അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക അഭിമുഖമാണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ദുബൈയിൽ നിന്ന് ബഹുമാനപ്പെട്ട സൽമാൻ അസരി ഉസ്താദാണ്. അദ്ദേഹം നമ്മോടൊപ്പം ലൈനിലുണ്ട്. അസരി ഉസ്താദ് കേൾക്കുന്നില്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അഥവാ ഇന്ന് ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ, ദൃശ്യമാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയം, ഗസ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അഥവാ വളരെ വ്യാപകമായി എല്ലാ ചാനലുകളും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? സമസ്തയും ലീഗും തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടോ? എന്താണ് ഇതിൻ്റെ കാമ്പെന്താണ്? ഇതിൻ്റെ ഹേതു എന്താണ്? ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും ആ നിലക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പല ആളുകളുടെയും താല്പര്യമാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ ഈ പ്രയോഗം ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലീഗ് സമസ്ത തർക്കം എന്ന നിലക്ക് അതിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നതും അതിലേക്കാവുമ്പോൾ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ വരും എന്നും അവർക്ക് നന്നായിട്ട് ബോധ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അവരും ആ രീതിയിൽ ചർച്ച ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ലീഗ് സമസ്ത എന്ന ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അതിനൊരു പശ്ചാത്തലം വേണം, ഒരു കാരണം വേണം. ഇവിടെ അങ്ങനെ ഒരു കാരണം ഉണ്ടായതായിട്ട് നമുക്ക് ആർക്കും അറിയുകയുമില്ല. പിന്നെ നമ്മളിത് സംസാരിക്കുമ്പോൾ കുറച്ച് ഒന്ന് വിശാലമായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും. അതിന് കാരണം എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ലീഗും സമസ്തയും എന്ന ഈ തർക്കം അത് പല പ്രയോഗങ്ങളിലൂടെ ചില ആളുകളുടെ മനഃപൂർവമായ ഇടപെടലുകളിലൂടെ അങ്ങനെ വരുത്തി തീർത്തതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു തർക്കം സമസ്തയും CIC-യും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. തർക്കം എന്ന് പറഞ്ഞുകൂടാ, സമസ്തയുടെ കീഴിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സംവിധാനമായ CIC എന്ന ഒരു സംവിധാനത്തെ ചില ആളുകൾ അവരുടേതായ ലൈനിലേക്ക്, അവരുടേതായ സ്വകാര്യ സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയിലേക്കും സമസ്തയുടെ ആശയാദർശങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തതും തിരുത്തപ്പെടേണ്ടതുമായ ചില ആശയങ്ങളിലേക്ക് അവരുടെ ആ സംവിധാനം വഴിമാറിപ്പോകുന്ന ഒരു പ്രത്യേക പശ്ചാത്തലവും സാഹചര്യവും ഉണ്ടായപ്പോൾ തീർച്ചയായും സമസ്ത അതിലിടപെടുക എന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ നിലക്ക് പല പ്രാവശ്യവും വർഷങ്ങളോളം അതിൻ്റെ പിന്നാലെ നടന്നു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു നിലക്കും അത് സമസ്തയുടെ ലൈനിൽ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ സമസ്ത അവർക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ CIC എന്നത് ഏകദേശം ഒരു 1500-2000 ആളുകളുടെ ഉള്ളിൽ ഒതുങ്ങുന്ന, ഏറി വന്നാൽ ഒരു 3000 ആളുകളിൽ ഒതുങ്ങുന്ന ഒരു വിഷയമാണ്. ആ അവസ്ഥയിൽ സമസ്തയുമായിട്ട് അവർക്ക് ഈ സമസ്തയുമായി അടഞ്ഞു നിന്നാൽ മുന്നോട്ടുള്ള പോക്ക് സാധ്യമല്ല എന്ന് എല്ലാവരെക്കാളും നന്നായി അറിയുന്നവർ അവർ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട, ഈ CIC സംവിധാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതേപോലെ തന്നെ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട അധ്യക്ഷ സ്ഥാനങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട പല പോഷക ഘടകങ്ങളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുമാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരേ സമയം CIC-യുടെയും സമസ്തയുടെയും വക്താവ് ആവേണ്ടി വരുന്നുണ്ട്. പക്ഷെ പൊതുവെ പാണക്കാട് സാദാത്യങ്ങളുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ, സമസ്ത ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ സമസ്തയോട് ചേർന്ന് നിൽക്കുകയും സമസ്തയുടെ ആ തീരുമാനത്തിന് ശക്തി പകരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ കുരിയാട് സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ശരിക്ക് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ആ ലൈനിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് പൂക്കൂട്ടൂർ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. സമസ്ത
ഒരു തീരുമാനം എടുത്താൽ സ്വാദിഖ് അലി അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആ രീതിയിലൊന്നുമല്ല. അതിന് ഞാൻ മനസ്സിലാക്കിയ, നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ വരാം. അതിനു മുമ്പ് ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ലീഗ് സമസ്ത പ്രശ്നമുണ്ടോ എന്നതിൻ്റെ ഒരു മറുപടി പറയുകയാണെങ്കിൽ, അത് വരുത്തി തീർത്തതിൻ്റെ പിന്നിൽ ഈ CIC വക്താക്കളാണ് എന്ന് തറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രശ്നം തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ പ്ലാനിങ്ങോടുകൂടെ നമുക്കൊക്കെ അറിയാം, ഉമ്മർ കോയ എന്ന പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് രൂപീകരിക്കപ്പെടുകയും അതിൽ സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ നിരന്തരം ആരോപണങ്ങളും വ്യക്തിപരമായും അല്ലാതെയും ആരോപണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് നമ്മളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ കൂടെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളോടും ഒരു പ്രത്യേക സ്നേഹവും താല്പര്യവും ഉള്ളതുപോലെയും അതേ ഐഡിയയിൽ നിന്ന് തന്നെ എഴുത്തുകൾ വരും. ഇത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിരന്തരം ഇത് വരുമ്പോൾ പൊതുവെ സമസ്തയിലുള്ള ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുന്നവരും ലീഗിലുള്ള സമസ്തയെ അംഗീകരിക്കുന്നവരുമായ ആളുകളുടെ ഇടയിൽ ഒരു ചേരിതിരിവ് ഉണ്ടായിത്തീരും എന്നത് സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ, പൊതുവെ സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ എഴുത്തുകൾ വരുമ്പോൾ സമസ്തയുടെ പ്രവർത്തകർ അതിനെ പ്രതികരിക്കും. അപ്പുറത്ത് പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗിനെയും പ്രശംസിച്ചുകൊണ്ട് എഴുതുകയും ചെയ്യുമ്പോൾ ഇതേ ഐഡിയയിൽ നിന്നാവുമ്പോൾ സ്വാഭാവികമായും സൈക്കോളജിക്കലായിട്ട് ഒരു രണ്ട് ചേരിതിരിവ് വരും എന്നത് സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ മനഃപൂർവ്വം ആസൂത്രിതമായി ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നീട് വരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ചാനലുകളിലൊക്കെ നമ്മൾ കേട്ടിരുന്നു, ഒരു വാഫി അദ്ദേഹം സംസാരിക്കുമ്പോൾ ചുവപ്പൻ അദ്ദേഹം ഒരു പ്രയോഗം നടത്തിയിരുന്നു. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ കിട്ടുന്നില്ല. ചുവപ്പൻ മൗലാനമാർന്നോ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരുന്നു. സമസ്തയുടെ ആലിമീങ്ങൾ, സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്തയുടെ ആലിമീങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ വാഫിയിൽ നിന്ന് അങ്ങനെ ഒരു സംസാരം പുറത്തു വന്നത്. ഇത് ചാനലുകാർ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതോടുകൂടെ തന്നെ സമസ്തയിൽ ഒരു ചുവപ്പൻ രാഷ്ട്രീയത്തോട് പ്രത്യേക താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ട് എന്ന അവസ്ഥയിൽ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു പ്രചരണത്തിലൂടെ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും സോഷ്യൽ മീഡിയ വല്ലാതെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഒരു ഡൈവേർട്ട് ഉണ്ടായിത്തീരാൻ സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ CIC സമസ്ത എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി അത് ക്രമേണ അവരൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ ലീഗ് സമസ്ത എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടതാണ് എന്നാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടുകൂടെ തന്നെ ഈ അവരുദ്ദേശം പൂർത്തിയായതോടുകൂടെ പറയപ്പെട്ട ഉമ്മർ കോയ എന്ന ആ ഐഡിയ ഇപ്പോൾ നമ്മൾ കാണാറില്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മറ്റൊരു കാരണവും ഇതിലുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ശരിക്ക് ഈ CIC പ്രശ്നമാണ് ഇതിൻ്റെ തുടക്കം. കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ ഇലക്ഷന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ CIC പ്രശ്നം തുടങ്ങി അത് കത്തി നിൽക്കുന്ന ആ നേരത്ത് തന്നെ അതിനെ ഒന്ന് അണച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ആരും നേരിടേണ്ടി വരില്ലായിരുന്നു. നമുക്കറിയാം, ഈ ഒരു പ്രശ്നം CICയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ ഒരുപാട് മറ്റുള്ള വിഷയങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അത് മറച്ചു വെക്കാൻ കഴിയില്ല. ഈ CIC വിഷയത്തിൻ്റെ പിന്നാലെ തന്നെ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ CIC വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചില കോളേജുകൾ വാഫിയിൽ നിലനിർത്തുന്നതിനും സമസ്ത വിരുദ്ധർക്ക് അത് എഴുതി കൊടുക്കുന്നതിനും അത് അവരുടേതാക്കി മാറ്റുന്നതിനും വേണ്ടി ചില പ്രാദേശികമായ ലീഗ് നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓരോ പ്രദേശങ്ങളിൽ നിന്നുള്ള സമസ്ത പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളാണ്. അത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ പ്രദേശത്തുള്ള ആളുകൾ, സമസ്ത പ്രവർത്തകർ വളരെ വൈകാരികമായിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? സമസ്തയുടെ സ്ഥാപനങ്ങൾ യാതൊരു ആവശ്യവുമില്ലാതെ ഈ CIC വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്
സമസ്തക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ചില പ്രാദേശിക നേതാക്കൾ, എല്ലാവരെയും നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല, ചില നേതാക്കൾ അതിനു വേണ്ടിയിട്ട് സമസ്ത വിരുദ്ധർക്ക്, സമസ്തയുടെ നയങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സമസ്തയുടെ പ്രഖ്യാപനങ്ങൾക്കെതിരായിട്ട് അതിന് ആക്കം കൂട്ടുകയും അതിന് അവസരം നൽകുകയും ചെയ്തിട്ടില്ലേ? വളരെ ശരിയാണ്. തീർച്ചയായും സമസ്തയുടെ പ്രവർത്തകർ എന്ന നിലക്ക് നമുക്കൊക്കെ വലിയ വേദനയുണ്ടാക്കിയ ഒരു കാര്യമാണത്. കാരണം സമസ്ത ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുകയും ആ നടപടിക്ക് വിധേയമായ ആളുകളെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ സ്ഥാപനങ്ങൾ ആ സംവിധാനത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ MLA പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഒക്കെ ആ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ട ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ നമുക്കൊക്കെ വലിയ വേദന ഉണ്ട്. പക്ഷെ അതിൽ രണ്ട് ഘടകങ്ങൾ അതിലുണ്ട്. ഒന്ന്, ചില ആളുകളൊക്കെ സമസ്തയോട് പ്രത്യേകിച്ചൊരു പ്രതിബദ്ധത ഇല്ലാത്തതിന്റെ പേരിലോ മറ്റോ, അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കടപ്പാടിന്റെ പേരിലോ ഒക്കെ ആ നിലക്ക് പ്രവർത്തിച്ച ആളുകളുണ്ട്. പക്ഷെ വേറെ ചില ആളുകളൊക്കെ സമ്മർദ്ദത്തിലായതാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ഇലക്ഷന്റെ കുറച്ച് മുമ്പായിട്ട് വളാഞ്ചേരി മർക്കസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മസ്ലഹത്ത് ശ്രമങ്ങൾ നടന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു വാഫിയുടെ വാട്സപ്പ് വോയിസ് വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അദ്ദേഹം ഈ മസ്ലഹത്ത് നടക്കുന്നതിനെ എതിരായിട്ട്, ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് ചില ആളുകൾക്കൊക്കെ മസ്ലഹത്ത് ആവശ്യമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായി ഇതിന് മുൻകൈ എടുത്ത പോലുള്ള MLA മാരെയൊക്കെ പേരെടുത്തുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായി വിമർശിച്ച ഒരു വോയിസ് പുറത്തു വന്നിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഇവർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്കിലുള്ള ചില പേജുകളുണ്ട്. ആ പേജുകളിലൊക്കെ അന്ന് ഞാനതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു. കാരണം പിന്നീട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടാനും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു. അന്ന് ഇവര് വളരെ ഗുരുതരമായ ഒരു വിഷയം അതിൽ പറയുന്നുണ്ട്. ഈ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട് നീങ്ങുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കൂടെ നിന്ന് ചതിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പല റെക്കോർഡുകളും പുറത്തുവിടും. എത്രത്തോളം എന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വരെ അവര് ആ ഭീഷണി തന്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത്. നിങ്ങളുടെ പല റെക്കോർഡുകളും ഞങ്ങൾ പുറത്തുവിടേണ്ടി വരും എന്ന് പറയണം. അപ്പൊ എന്തൊക്കെയോ ഇവരുടെ ഈ ദുഷ്ട ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ നിഷ്കളങ്കരായ ഇവരൊക്കെ വിശ്വസിച്ച് കൂടെ നടന്ന ആളുകളുടെ സംസാരത്തിലും മറ്റുമൊക്കെ സ്വാഭാവികമായും മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന നിലക്കുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിന്റെ പേരിൽ ഇവരൊക്കെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ നിലക്ക് ഇതിൽ വളരെ സമ്മർദ്ദത്തോടു കൂടെ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തോടു കൂടെ നിർബന്ധിതാവസ്ഥയിൽ ഇതിന് അവരുടെ കൂടെ നിന്ന് കൊടുക്കേണ്ട ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞൊരു വിഭാഗമുണ്ട്, അതായത് സമസ്തയോട് പൊതുവെ താല്പര്യമില്ലാത്തവരും സമസ്തയിലെ നേതാക്കളോട് അത്ര താല്പര്യമില്ലാത്തവരും സമസ്തക്ക് ഒരു ക്ഷീണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുമായ ഒരു വിഭാഗവും ഇതിന്റെ കൂടെ. ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ അതിൽ നമുക്ക് വലിയ ഒരു വേദന ഉള്ള ഒരു കാര്യമാണ്. പൊതുവെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് പാണക്കാട് സാദാത്യങ്ങളെ അവസാന വാക്കാവുക എന്നൊരവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഏത് തീരുമാനം വരുമ്പോഴും പാണക്കാട് സയ്യിദന്മാര് ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കലോടുകൂടെ അങ്ങനെ ഒരു ഇപ്പം നിലവിലുണ്ടാകുന്ന പോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു വഴിയും ഇല്ല എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ. ഇന്ന് ഇങ്ങനെ അവർക്ക് വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് തോന്നിയ പോലെ ഇടപെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മറുപടി വളരെ വ്യക്തമാണ്. വീണ്ടുമുള്ള ചില സംശയങ്ങൾ കൂടി ചോദിക്കട്ടെ. ഈ CIC വിവാദ കാലഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന ഒരു വോയിസ് ഉണ്ട്, PHS തങ്ങളുടെ വോയിസ്. വളരെ നീചമായ ഭാഷയിലാണ് അദ്ദേഹം ജിഫ്രി തങ്ങളെക്കുറിച്ചും സമസ്തയെക്കുറിച്ചുമൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങൾ കേരളം മുഴുവൻ കേട്ട് കഴിഞ്ഞു. ഇത്തരണത്തിൽ അതിനൊരു നടപടി മുസ്ലിം ലീഗ് എടുക്കേണ്ടതായിരുന്നില്ലേ? അഥവാ അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്, അതോടൊപ്പം തന്നെ CICയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എല്ലാ നിലക്കും ലീഗ് ഇടപെട്ടുകൊണ്ട് അതിനൊരു നടപടി എടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഉന്നത പോസ്റ്റ് നൽകി
ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിച്ച് സമസ്തയുടെ പ്രവർത്തകരെയും അവഹേളിക്കുന്ന ഒരു പ്രവണതയാണല്ലോ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധിച്ചത്. ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ദൗർഭാഗ്യകരമായി പറയട്ടെ ഉണ്ടായത്. ഈ ഒരു കാര്യം സമസ്തയുടെ പ്രവർത്തകന്മാർക്കിടയിൽ വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഈ PSH തങ്ങള് അദ്ദേഹം ഞാൻ ആ 2 വിഭാഗം ആളുകളിൽ പറഞ്ഞ ആ നേതൃത്വത്തോട് പുച്ഛവും നേതൃത്വത്തെ ഒന്നും ഒരു പാഠം പഠിപ്പിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ട ചില അവരെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല, ഒരു പ്രത്യേക വിഭാഗം അതിൽപ്പെട്ട ആളാണ് ഇപ്പൊ ഈ പറയപ്പെട്ട വ്യക്തി. അത് അദ്ദേഹത്തിന്റെ ആ വോയിസോട് കൂടെ തന്നെ അത് വ്യക്തവുമാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ എത്രയും ആളുകൾ ആദരിക്കുന്ന വലിയൊരു മഹാനായ പണ്ഡിതനും സയ്യിദുമായ ഒരാളെ കുറിച്ച് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ഉള്ളൊരു പരാമർശം നടത്തി എന്നത്, അത് സ്വാഭാവികമായും സമസ്തയുടെ പ്രവർത്തകരുടെ ഇടയിൽ അത് വലിയ വിഷമവും പ്രതിഷേധവും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്ന് നേതൃത്വം തിരിച്ചറിയുകയും അങ്ങനെ മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണത്. അത്രേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ CIC വിഷയത്തിന് ശേഷം ഏകദേശം അതേ ടൈമിൽ തന്നെ കടന്നു വന്ന മറ്റൊരു വിഷയമാണ് വഖഫ് സംബന്ധമായ വിഷയം. വഖഫ് ബോർഡുമായി സംബന്ധമായ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഔദ്യോഗികമായ ഉന്നത പോസ്റ്റിലിരിക്കുന്ന PMA സലാം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് സമസ്ത പ്രവർത്തകരെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അഥവാ ജിഫ്രി തങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ചില ആളുകളും മുസ്ലിം സമുദായത്തിലുണ്ട് എന്ന ആ മുനവെച്ചിട്ടുള്ള സംസാരം ജിഫ്രി തങ്ങൾക്ക് നേരെയാണെന്ന് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം. കാരണം അതിന്റെ പേരിൽ മുന്നേ വിവാദങ്ങൾ ഇവര് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലായി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ SYS ഉന്നത നേതാക്കൾ, സമസ്ത മുഷാവറ അംഗം അടക്കമുള്ള നേതാക്കൾ, ഏതെങ്കിലും നേതാക്കളല്ല, സമസ്ത മുഷാവറ അംഗം അടക്കമുള്ള SYSന്റെ കുറച്ച് നേതാക്കൾ മുസ്ലിം ലീഗിന് ഔദ്യോഗികമായിട്ട് കത്ത് കൈമാറി. ആ കത്ത് കൈമാറിയപ്പോ അതിനെക്കുറിച്ചൊരു നടപടിയെടുക്കാനോ ആ കത്തൊന്ന് വായിച്ചു നോക്കാനോ പോലും നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഇല്ലേ? സമസ്ത പ്രവർത്തകരെ വല്ലാതെ വേദനയിലായിട്ടുണ്ട്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മളിത് പറയേണ്ടതാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അതിന് എന്ത് വിശദീകരണമാണ് ലീഗിന് നൽകാൻ കഴിയുക? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് പറയും. അത് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അത് സയ്യിദുൽ ഉലമ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളുമായി, ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തന്നെ അത് പിന്നീട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടൊക്കെ സംസാരിച്ച് അവർ ധാരണയിലെത്തിയതിന്റെ ശേഷമാണ് പള്ളികളിൽ അത് പറയേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതിന്റെ ശേഷം പിന്നെ ആ സമയങ്ങളിൽ കുറെ സംസാരങ്ങൾ പല ഭാഗങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോ ഏറ്റവും ചുരുങ്ങിയത് സയ്യിദുൽ ഉലമ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നത് പോലും ഏകദേശം സയ്യിദുൽ ഉലമക്കെതിരെ നിരവധി ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അദ്ദേഹത്തിനെതിരെ കുറെ ട്രോളുകളൊക്കെ ഇറക്കി വളരെ ഖേദകരമായ രീതിയിൽ പണ്ഡിതനാണോ സയ്യിദാണോ അഹ്ലുബൈത്താണ് എന്നൊന്നും ഒരു പരിഗണനയും ഇല്ലാത്ത രീതിയിലൊക്കെ പല ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പരിഹാസങ്ങളും മറ്റൊക്കെ നടത്തിയ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായൊക്കെ സംസാരിച്ച് അവർ ധാരണയിലെത്തിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് പോലും അറിയുന്നത്. പക്ഷേ ഈ പരിഹസിച്ച ആളുകൾ എല്ലാവരും പിന്നീട് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അവർക്കതിൽ ഖേദമോ അല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടായിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നിരന്തരം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കളവാണെങ്കിലും അങ്ങനത്തെ ഒരു കളവ് ലോകം മുഴുവനും കറങ്ങി വന്ന ശേഷമായിരിക്കും അതിന്റെ സത്യം അറിയൽ. ഈ സത്യം എല്ലാവരിലേക്കും എത്തൂല്ല. ആ നിലക്കാണ്
പിന്നെ ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ ആ വഖഫ് സംബന്ധമായ സമയത്തുണ്ടായിരുന്ന ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അനുബന്ധമായി നടന്ന ഇത്തരം വാഗ്വാദങ്ങളിലും മറ്റുമൊക്കെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, അതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മളും എല്ലാവരും പറയുന്ന സമസ്തയിലെ 80% ആളുകളും മുസ്ലിം ലീഗുകാരാണ്, മുസ്ലിം ലീഗിലെ 80% ആളുകളും സമസ്തക്കാരാണ് എന്നൊക്കെ നമ്മൾ എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഈ ആളുകളുടെ ഒക്കെ നേതാവായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ കുറിച്ച് വളരെ ഇകഴ്ത്തി പരിഹസിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, അതന്നെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഒരാൾ നടത്തിയത് തീർത്തും അപക്വമായിരുന്നു എന്നതിൽ അത് മുസ്ലിം ലീഗുകാർക്ക് പോലും സംശയമില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായ സജീവ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പോലും അതിൽ വലിയ വേദനയായിട്ടും അത് PMA സലാമിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന വളരെ ഗൗരവത്തോടു കൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും അദ്ദേഹത്തിനൊരു താക്കീതൊക്കെ കൊടുക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതായിരുന്നു. അവരെന്തുകൊണ്ടത് ചെയ്തില്ല എന്ന ചോദ്യം അതിപ്പോ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. പക്ഷെ അത് ചെയ്യേണ്ടതായിരുന്നു. അതൊക്കെ വലിയ വീഴ്ച തന്നെയാണ്. നമ്മൾ നിഷ്പക്ഷമായി പറയുമ്പോൾ അതിനെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനൊന്നുമല്ല, പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ അതൊരു വലിയ വീഴ്ചയായിരുന്നു. അതൊക്കെ ഈ പ്രവർത്തകരുടെ ഇടയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് അമർഷമുണ്ടാവാൻ വലിയ കാരണമാക്കിയിട്ടുണ്ട്. ഓക്കെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഇനി ഇപ്പോ പുതിയതായിട്ടുണ്ടായ ഒരു സംഭവവികാസത്തിൽ കൂടെ നമുക്ക് ഒന്ന് കടക്കേണ്ടതുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സമസ്ത പ്രവർത്തകരെ വല്ലാതെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ പ്രകോപിപ്പിച്ച ഒരു കാര്യമാണ് ഈ സുപ്രഭാതം പത്രം കത്തിച്ച ഒരു സംഭവം. ഈ തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നടപടി ഈ ലീഗ് അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോ അത് എത്രത്തോളം അത് ഇലക്ഷനെയും മറ്റുമൊക്കെ ബാധിക്കും, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇലക്ഷനെ ബാധിക്കുന്നതിനപ്പുറം സുപ്രഭാതം എന്നത് സമസ്തയുടെ ഒരു മുഖമാണ്. സമസ്തയുടെ മുഖം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ നമ്മുടെ മരണപ്പെട്ടു പോയ സാത്വികരായ ആലിമീങ്ങളൊക്കെ വലിയ സ്വപ്നം കണ്ടിരുന്ന ഒരു സംഭവമാണ് സമസ്തക്ക് ഒരു പത്രം ഉണ്ടാവുക എന്നുള്ളത്. ആ ആദരവോടെയും ആ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് പൊതുവെ സമസ്തക്കാരായ ആളുകൾ സുപ്രഭാതത്തെ കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും. അതൊരു ആവേശമാണ് സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം. അതൊരാൾ കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരികമായ ഒരു അമർഷവും ഈർഷ്യതയും പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കും. അത് കത്തിച്ചത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നത് ആ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്ന ഇലക്ഷൻ മാത്രമല്ല, ഏത് വിഷയത്തിലും അതിൻ്റെതായ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവും എന്നത് അതൊക്കെ സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ. എന്നാൽ അദ്ദേഹം മുസ്ലിം ലീഗുകാരനല്ല എന്ന രീതിയിൽ ഒരു പ്രചരണമൊക്കെ നടന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളവുകൾ അല്ലെങ്കിൽ അസത്യവും അവാസ്തവവുമായ കാര്യങ്ങൾ കൂടുതൽ പ്രചാരം നേടുന്ന ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തിനാണ് അദ്ദേഹം അത് കത്തിച്ചത് എന്ന് ഇന്നൊരു പക്ഷെ അദ്ദേഹം തന്നെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം സുപ്രഭാതം ദിനപത്രത്തിൽ അങ്ങനെ ഒരു പരസ്യം, ഇപ്പോ LDF സർക്കാരിന്റെ പരസ്യം വന്നു എന്നതാണല്ലോ പ്രശ്നം. ആ പരസ്യം UDF സർക്കാരിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പരസ്യം വന്നില്ല, LDF സർക്കാരിന്റെ പരസ്യം വന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് കത്തിച്ചത്. എന്തായിരുന്നു ഇങ്ങനെ UDFന്റെ പരസ്യം വരാതെയും LDFന്റെ പരസ്യം വരാനുള്ള പശ്ചാത്തലം എന്താണ് എന്ന് ഇന്നലേക്കായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ സുപ്രഭാതത്തിൽ പരസ്യം കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ നിന്നാണ് UDFന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പരസ്യം അതിൽ വരാതെ. പക്ഷെ UDF കോൺഗ്രസ് അതിനെ കവച്ചു വെച്ചുകൊണ്ട് ഇന്ന് അവർ പത്രം പ്രസിദ്ധീകരിച്ചു, ഇന്നലെ അവരുടെ പരസ്യം പ്രസിദ്ധീകരിച്ചു. പക്ഷേ LDF സർക്കാർ LDF ഇടതുപക്ഷം എന്ത് ചെയ്തു, അവരുടെ പരസ്യം നേരത്തെ ആ കറക്റ്റ് ടൈമിൽ കൊടുക്കുകയും ചെയ്തു. പരസ്യം കിട്ടാതെ പരസ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് സുപ്രഭാതത്തിൽ നിന്ന് തന്നെ അതിന്റെ ഫോൺ കോളുകളും മറ്റുമൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ പേരിൽ സമസ്തയെയും സുപ്രഭാതത്തെയും പഴിചാരിയിട്ട് നിരവധി ആരോപണങ്ങളും കേട്ടാൽ അറക്കുന്ന നിലക്കുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസുകളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി.
പക്ഷെ ഇത് കത്തിച്ച ആള് അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണ് എന്ന നിലക്ക് ഇതിനെതിരെ ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടതായിരുന്നു. കാരണം പൊന്നാനി മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഏതോ അജ്ഞാതമായ ഒരു സംഘം, ഇപ്പൊ നമുക്ക് ആരാണ് എന്താണ് എന്നൊന്നും ഒരു കൃത്യതയും വ്യക്തതയില്ല, ആരോ ആരെയൊക്കെയോ LDF വോട്ട് ചെയ്യണം, ഞങ്ങൾ SKSFകാരാണ്, ഞങ്ങൾ സമസ്തക്കാരാണെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തു എന്ന ഒരു വിവരം, അത് ആരാണ് ഫോൺ ചെയ്തതെന്ന് പോലും കൃത്യമല്ല. ആ ഒരു അവസ്ഥയിൽ പോലും SKSF സ്റ്റേറ്റ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അതിനെതിരെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ. അപ്പൊ അത് വളരെ വലിയ മാന്യമായ, വളരെ ഉത്തരവാദിത്തമുള്ള, വലിയ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ സംഘടനയുടെ പ്രവർത്തകരിൽ നിന്ന് ഒരിക്കലും കൂടെ നിൽക്കുന്ന ആളുകളെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലത്തെ ഒരു പ്രകടനം നടക്കുമ്പോൾ അതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് അവിടെ കെട്ടടങ്ങുകയും ഇതൊരു പ്രശ്നമല്ലാതെയായി മാറുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, വളരെ കൃത്യമായ നിരീക്ഷണമാണ് അങ്ങയുടെ ഭാഗത്തു നിന്ന് കേൾക്കാൻ സാധിച്ചത്. ഇതിനെ അടിവരയിട്ടുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വളരെ തലക്കന്ന് നിന്ന് പരിശോധിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ സമസ്ത അതിന് പരിഹാരം ഏത് വിധത്തിലാണെങ്കിലും സമസ്ത അതിന് പരിഹാരം കാണാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന നിമിഷത്തിൽ പോലും ഒരു ലെറ്റർ പേഡ് ഇറക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പോലും പറയാൻ തയ്യാറായി. ഇതുപോലെ തന്നെ സമസ്തയുടെ മറ്റുള്ള നേതാക്കളാണെങ്കിലും എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചാൽ ഉടനെ അവർ അതിന് മാപ്പ് പറയുകയും പരമാവധി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. CIC വിഷയത്തിൽ തന്നെ എന്താണ് ഉണ്ടായത്? CIC വിഷയത്തിൽ സമസ്തക്ക് ആ ഒരു വിദ്യാഭ്യാസ മേഖല അത് നഷ്ടപ്പെട്ടപ്പോൾ സമസ്ത പുതിയൊരു സംവിധാനത്തിന് രൂപം നൽകി SNEC. ആ SNECയുടെ ട്രഷറർ സ്ഥാനത്ത് പോലും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ് സമസ്ത അവരോധിച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയും ആ ഒരു ബന്ധം നിലനിർത്താനും ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമസ്തയും ലീഗും തമ്മിലോ അല്ലെങ്കിൽ മറ്റുള്ള അണികൾ തമ്മിലോ പാണക്കാട് കുടുംബം തമ്മിലോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സമസ്ത എത്രത്തോളം പരമാവധി താഴോട്ടിറങ്ങി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കതിൽ നിന്ന് വ്യക്തമാകും. ഇത്തരുണത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചില സമസ്തയുടെ പ്രവർത്തകന്മാർക്കുള്ള സംശയമാണ്, ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അനുരഞ്ജന ശ്രമങ്ങളൊന്നും ഈ അവസാന ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും, സമസ്ത ഒരു ലെറ്റർ ഹെഡ് ഇറക്കിയപ്പോൾ അതുപോലുള്ള ഒരു ലെറ്റർ ഹെഡ് മറുവശത്തു നിന്ന് ഇറക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നും, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായ ചില നേതാക്കൾ അവർ മാപ്പ് പറയുകയോ അതിന് ക്ഷമാപണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ? മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലം നമുക്കറിയാലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ച് ചേർത്ത് അവിടെ വെച്ചുകൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നതും ഖേദകരമല്ലേ? ഇപ്പോ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇത് പ്രശ്നങ്ങൾ നിലനിൽക്കണം എന്നുള്ള നിലക്ക് അദ്ദേഹം ആഗ്രഹിച്ചു എന്നൊന്നും നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പാണക്കാട് സാദാത്യങ്ങളുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ബന്ധമല്ല, അത് കൃത്യമായും ഒരു ആത്മീയമായൊരു ബന്ധമുണ്ട്. അത് ഒരിക്കലും അറുത്തു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ്. പാണക്കാട് സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ്. അവരുടെ ആ ഇസ്സത്തോടു കൂടെ ആ ഒരു കുടുംബവും ആ ഒരു സംവിധാനവും നിലനിൽക്കുക എന്നുള്ളത് നമ്മളെ കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് സമസ്തയുടെ നേതാക്കൾക്കും നന്നായിട്ട് ബോധ്യമുള്ള, അവരത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സമസ്തയുടെ പുതിയ തുടങ്ങിയ SNEC പോലുള്ള സംവിധാനങ്ങളാണെങ്കിലും
അതേപോലെ ഏത് സംരംഭത്തിനും പാണക്കാട് സാദാത്യങ്ങളുടെ ഇപ്പോൾ ഈ CIC വിഷയത്തിൽ സമസ്തക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സമീപനങ്ങൾ അവരുടെ പല ഒക്കെ ഇടപെടൽ മൂലവും ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വാസ്തവം അവിടെ നിലനിൽക്കെ ഇപ്പോഴും പുതിയ സംവിധാനങ്ങൾ തുടങ്ങുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ പാണക്കാട് സാദാത്യങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആത്മീയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കേരളീയ മുസ്ലിം ഉമ്മത്തിന് വലിയ ഒരു ബലവുമാണ്. അതിവിടെ നിലനിൽക്കണം. അത് ഞാനത് മനസ്സിലാക്കുന്നത് ഇപ്പോ ഈ പാണക്കാട് സാദാത്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്തയോട് വിരോധമുള്ള പല ആളുകളും, സമസ്തയുടെ നേതാക്കളോട് വിരോധമുള്ള പല ആളുകളും ഇവരെയൊക്കെ കൂടെ നിൽക്കുന്നവരാണ് എന്ന വ്യാജേന പല തെറ്റിദ്ധരിപ്പിക്കലുകളും ഇതിന്റെ ഇടയിൽ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇവരിലെ പല ആളുകളും അതിലൊക്കെ വീണു പോകുന്നുണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യാന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ. ഈ സംവിധാനം, സമസ്ത എന്ന ആത്മീയ പ്രസ്ഥാനവും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും, ഇത് രണ്ടും കേരളത്തിൽ ഒരുമിച്ച് നിലനിൽക്കേണ്ട ഒരു സംവിധാനങ്ങളാണ്. ഇതിന് ഏതെങ്കിലും ഒന്നിന് ക്ഷീണം സംഭവിച്ചാൽ അത് രണ്ടിനെയും ബാധിക്കും. ഇപ്പോ ഉദാഹരണം പറയാം, ഇപ്പോ കേരളത്തിന്റെ പുറത്ത് മുസ്ലിം ലീഗിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏകദേശം 1926 രൂപീകരിക്കപ്പെട്ട് പണ്ഡിതന്മാരുടെ കഠിനാധ്വാനം മൂലം കേരളത്തിൽ ഒരു കൂട്ടായ്മ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മ ഉണ്ടായ ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ പ്രവർത്തനം സജീവമാക്കി വരുന്നത്. ഏകദേശം ഒരു 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംവിധാനം നിലവിലുണ്ടായത് ആയിരിക്കാം ഇങ്ങനെ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചതും. സമസ്തക്ക് സ്വാധീനം കുറവുള്ള മേഖലകളിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനും സ്വാധീനം കുറവ് തന്നെയാണ്. അതേപോലെ ഇതര സ്റ്റേറ്റുകളിലും ഈ അവസ്ഥയുണ്ട്. അപ്പോ ഈ രണ്ട് സംവിധാനങ്ങളും പരസ്പരം പൂരകങ്ങളായി നിലനിൽക്കുക എന്നത് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. അത് നിലനിൽക്കണം. അപ്പൊ ഇതിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ രണ്ട് സംവിധാനങ്ങളുടെയും പുറത്തുള്ള ആളുകളാണ്. അത് ഈ രണ്ട് സംവിധാനങ്ങളുടെയും ഉള്ളിലുള്ളവർ തിരിച്ചറിയുകയാണ് ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചല്ലോ, അത്തരം ആളുകൾ ഇപ്പോൾ ഈ വ്യാജ അക്കൗണ്ടുകൾ വഴി എന്തും പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരം വ്യാജ അക്കൗണ്ടുകളിൽ സജീവ ലീഗുകാരായിട്ട് സമസ്തക്കെതിരെയും സജീവ സമസ്തക്കാരായിട്ട് ലീഗിനെതിരെയും ഒക്കെ, ലീഗിനെതിരെ എന്ന് പറഞ്ഞാൽ പാണക്കാട് സാദാത്യങ്ങൾക്കെതിരെ ഒരു സമസ്തക്കാരൻ ഒരു പരിധിയിലപ്പുറം സംസാരിക്കുക പോലുമില്ല. കാരണം നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും അവരെ അഹ്ലു ബൈത്ത് എന്ന നിലക്ക് അങ്ങനെയാണല്ലോ. അപ്പോ ഈ രീതിയിൽ വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും ഈ രണ്ട് വിഭാഗത്തിന്റെയും മനസ്സിൽ സ്വാധീനം ചെലുത്തുകയും അതുമൂലം മാനസികമായ ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടായിത്തീരുകയും ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയെ പരിഹരിച്ച് യഥാസമയം പ്രവർത്തകർക്ക് കൃത്യമായും നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകളും അവരുടെ സ്റ്റേറ്റ്മെന്റുകളും അവരുടെ ഇടപെടലുകളും നിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ കൃത്യമായി ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു പ്രശ്നവുമില്ലാതെ നല്ല നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ഉസ്താദ്, വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്, വളരെ പക്വമാണ് അങ്ങയുടെ മറുപടികൾ. നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ഐക്യത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭാവി അത് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട സമയം സുന്ന ഡിബേറ്റിന് വേണ്ടി അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലുള്ളൊരു ശ്രമം, അതേപോലെ നമുക്ക് ഈ വിഷയങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാനുള്ളൊരു അവസരം സൃഷ്ടിച്ചതിന് താങ്കൾക്ക് പ്രത്യേകമായ നന്ദി. അതോടൊപ്പം ഈ സുന്ന ഡിബേറ്റ് എന്ന താങ്കളുടെ ഈ ചാനൽ ഇത് വലിയൊരു സേവനമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.